ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകര് നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യരുത്. അതുകൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ബിഷപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഇപ്പോൾ മെയിൻ സ്ട്രീം 1 എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ള അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താ? ജസ്റ്റ് നിങ്ങളിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും ഈ ഒരു വീഡിയോ കാണാൻ വരുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഈ ബിഷപ്പ് ഈ രീതിയിൽ മാറിയതിനെ ഞാൻ ബിഷപ്പിനെ ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് വിഷമം തോന്നുന്നതും എനിക്ക് സത്യമായ സഹതാപം തോന്നുന്നത് കിച്ചുവിനോടാണ്. എക്സെപ്റ്റ് ഫോർ ഒരൊറ്റ റീസൺ. അത് സത്യമാണോന്ന് അറിയില്ല. അത് പല ആൾക്കാരും ഇപ്പോൾ പറഞ്ഞ് കേട്ടു. ഞാൻ കുറച്ച് മുന്നേ തന്നെ കേട്ടൊരു വിഷയമാണ്. ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടു. അതായത് കഴിഞ്ഞ വീഡിയോയിൽ രേണു വന്ന് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്താ സംഭവം എന്ന് കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഏതായാലും ഇപ്പം ഒരുപാട് പേര് എനിക്ക് പേഴ്സണലിയും പല ആൾക്കാരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, രേണുവിനോട് കിച്ചു വളരെ മോശമായിട്ട് പെരുമാറി. ഒരിക്കലും ഒരു മകൻ അല്ലെങ്കിൽ വളർത്തു മകൻ അമ്മ എന്ന സ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയോട് കാണുന്ന രീതിയിൽ സംസാരിക്കാത്ത കാര്യങ്ങളാണ് കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. സംഭവം മനസ്സിലായില്ലോ അല്ലേ? എനിക്ക് പറയാൻ തന്നെ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ട സമയത്ത് ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെടേണ്ട വ്യക്തി, ഒരിക്കലും നന്നാവാൻ പാടില്ലാത്തൊരു വ്യക്തി അവനാണ്, കിച്ചുവാണ്. ഇത് ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് സാധാരണക്കാരായിട്ടുള്ളൊരു വ്യക്തികൾ. ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ ഈ ബിഷപ്പിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. നമ്മളൊക്കെ സാധാരണ ഉള്ള ആൾക്കാർ, പല ആൾക്കാർ പല എന്തെങ്കിലും റീസൺ ആയിരിക്കും. ചിലപ്പോൾ അവരോട് റിലേറ്റഡ് ആയിട്ട് ആയിരിക്കാം, അല്ലാണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കോണ്ടന്റിന് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കാം. നമ്മളെന്നും പോലെയല്ല ഒരു വൈദികൻ, അല്ലേ? ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നമ്മളെപ്പോലെയല്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പണ്ട് അത്രയധികം പഴി കേട്ട് ഒരുപാട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ ഈ ഒരു വിഷയത്തിൽ വന്നിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. കാരണം രേണു അസുഖം വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ വന്ന് പ്രാർത്ഥിച്ച് വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു, അല്ലേ? ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നു. അത് അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. കാരണം വിഷമം അനുഭവിക്കുന്നവരുടെ കൂടെയാണ് ഇതുപോലത്തെ വ്യക്തികളൊക്കെ. അത് സ്വാഭാവികമാണ്. അവരെ കണ്ട് വിഷമം കാണാൻ കഴിയും. കാരണം അവർ അത്രയും മനസ്സലിവുള്ള ആൾക്കാരാണ്. എന്തൊക്കെ ഈ വ്യക്തിയെ പറഞ്ഞു രേണു, എന്തൊക്കെ പറഞ്ഞു ഇവരും അവരെ കൂട്ടുകാരൊക്കെ പറഞ്ഞു. പക്ഷേ ആ രോഗം എന്നിട്ടുള്ളൊരു സാധനം എല്ലാം കണ്ടോടുകൂടി അവർ കംപ്ലീറ്റ് ക്ഷമിച്ചു കൊടുത്തിട്ടുള്ള വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. വലിയൊരു പറയാതിരിക്കാൻ വയ്യ. ഇന്നിപ്പോൾ ഞാൻ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. ഓൺലി ഫോർ ദിസ് റീസൺ. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ. ഉള്ളിനെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തൊന്നും സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ബിഷപ്പിന് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ തോന്നി? ഇയാളുടെ ഇൻ്റർവ്യൂ കണ്ട സമയം ഞാൻ ഇൻ്റർവ്യൂവിൽ ബാക്കി പോർഷൻ കൂടി പ്ലേ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും ഇയാളെ ചെവിയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ എന്നറിയോ? ഇവിടെ ഇപ്പം നമ്മളെന്താ പറയുക, ഇപ്പോൾ രേണുവിന് അസുഖമാണ്, രേണു നല്ല രീതിയിൽ തിരിച്ചു വരണം, ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരണം, മനസ്സമാധാനം കിട്ടണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അസുഖം മാറണമൊക്കെ ശരി. അത് ചെയ്യതോട്ടെ, അത് ചെയ്യണം അവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് എന്തിനാ മറുഭാഗം ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തിനാ രണ്ടാമതൊരു ഭാഗം ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതൊരു മാച്ചോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. ഇത് അടിപിടിയോ കൂട്ടത്തല്ലോ മറ്റേ രണ്ട് സംഘം ചേർന്നുള്ള അടിയൊന്നും അല്ലല്ലോ. ഒരു കുടുംബ പ്രശ്നമാണ്. ഒരു സ്ത്രീയും ഒരു അമ്മയും അവരെ വളർത്തുമകനും തമ്മിലുള്ള വിഷയമാണ്. ഇതിലെന്തിനാ വെറുതെ ഭാഗം ചേരുന്നത്? ഭാഗം ചേർന്നിട്ട് ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാ മറുവിഭാഗത്തിനെ ചവിട്ടി തേക്കുന്നത് മനസ്സിലാവണില്ല. ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് പറയാം, മറ്റുള്ള കേസ് പോലെ അല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇവരിങ്ങനെ അസുഖമായി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ രോഗബാധിതയായിട്ടുള്ള ഈ സ്ത്രീയെ എല്ലാവരും വീണ്ടും പറയില്ലേ, അവർക്ക് വീണ്ടും മനോവിഷമം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തോന്നിയൊരു കാര്യമാണ്, ഇതിപ്പോൾ ഇനി രേണു ചെയ്താണെന്നറിയില്ല, രേണുയുടെ വീട്ടുകാർ ചെയ്താണെന്നറിയില്ല, ആരാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ബിഷപ്പിനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ക്നെസ് അതായത് ഒരു ദൈവികമായിട്ടുള്ള അവർ ക്ഷമിച്ചു കൊടുക്കാനും പുറത്തു കൊടുക്കാനും ഒരു അന്യൻ്റെ വിഷമം കണ്ടിട്ട് മനസ്സലിയുന്ന ആ ഒരു കാര്യത്തിനെ ചൂഷണം ചെയ്തു. വളരെ കൃത്യമായിട്ട് ചൂഷണം ചെയ്തു. അതിനാരൊക്കെ പങ്കുണ്ട്? ചാനലാണെന്നുണ്ടെങ്കിലും രേണുവിനെ ചുറ്റിപ്പറ്റുന്ന കുടുംബക്കാരൊക്കെ. കാരണം ഇതിങ്ങനെ കത്തിച്ച് നിർത്തേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമാണ്. അതൊരിക്കലും കിച്ചുവിൻ്റെ ആവശ്യമല്ല.
രണ്ട് ഭാഗം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ഭാഗത്ത് കിച്ചു, മറുഭാഗത്ത് ഈ രേണുവും ടീമുമാണല്ലോ. ഇതൊരിക്കലും ഇത് കത്തിച്ച് നിർത്തേണ്ടത് ഒരു കാരണവശാലും ഇത് കിച്ചുവിൻ്റെയോ അല്ലെങ്കിൽ രേണുവിനെതിരെ സംസാരിക്കുന്നവരുടെ ആവശ്യമല്ല എന്നുള്ളത് രേണുവിന് അസുഖം വന്ന സമയത്ത് സംസാരം നിർത്തിയിട്ടുള്ള ആൾക്കാരെ മനസ്സിലാവും. രേണുവിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ഒരുവിധം എല്ലാ യൂട്യൂബ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം രേണുവിന് അസുഖമാണെന്ന് പറഞ്ഞതോടുകൂടി ഇതെല്ലാം നിർത്തി. അപ്പോൾ ഇത് കത്തിച്ച് അപ്പോഴും അവരവിടെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കത്തിച്ച് നിർത്തണം എന്നുള്ള ആവശ്യമുള്ളത് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്കാണ്. എനിക്ക് ഇവരുടെ കുടുംബത്തിന് നല്ല സംശയമുണ്ട്. ഐ എം റിയലി സോറി ടു സേ ദിസ്. എനിക്ക് രേണുവിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ നല്ല സംശയമുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ രേണു അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇതാര് പറഞ്ഞു കൊടുത്തെന്ന് അറിയില്ല. ഈ വിഷയം കത്തിച്ച് നിർത്തിയിട്ട് ഇതിനെ ലൈം ലൈറ്റിൽ നിർത്തിയിട്ട് യൂട്യൂബ് റവന്യൂവും കാര്യങ്ങളും ഡിസ്കഷനും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആക്കി നിലനിർത്താൻ ഉള്ള ഒരു താല്പര്യം അവർ വീട്ടുകാർക്കുണ്ട്. ഞാൻ എന്തായാലും ഈ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഇദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും കുറ്റം പറയില്ല. ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതായത് ഒരു വളരെ അലിവുള്ള മനസ്സലിവുള്ള ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ കിച്ചുവിൻ്റെ ഒരു കാര്യം ഫസ്റ്റ് പറഞ്ഞു. കിച്ചുവിനെതിരെയുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞിട്ട് രേണു പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ പല ആൾക്കാരും രേണുവിൻ്റെതായ ആൾക്കാരൊക്കെ വിളിച്ച് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വേറൊരു സംഭവം ഞാൻ രാജ് ടോക്സിൽ രാജേട്ടൻ്റെ വീഡിയോയിൽ കണ്ടതാണ്. രേണുവിൻ്റെ ഭാഗത്തു നിന്ന് ഈ അവസ്ഥയിൽ പറയുന്നത് അതാണ് പറഞ്ഞത്. ഈ അസുഖം വന്ന സമയത്ത് പിന്നെ നമ്മൾ പിന്നെ ഈ മരണം അസുഖം ആരെയൊന്നും ഇതുവരെ വിശുദ്ധരാക്കുന്നില്ല എന്ന് സത്യം തന്നെയാണ്. പക്ഷേ എന്നാൽ നമ്മൾ ആൾക്കാർ മനസാക്ഷി വെച്ചിട്ട് നമ്മൾ പറയില്ല അല്ലേ. അപ്പോൾ രേണുവിനെതിരെയും ഒരുപാട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം രാജേട്ടൻ്റെ വീഡിയോയുടെ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പഴയൊരു കേസൊക്കെ ഞാൻ എടുത്ത് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, വേണ്ട, അത് ചർച്ച ചെയ്യുന്നില്ല. അവരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ക്യാൻസറാണ്, അത്രയും വിഷമകരമായിട്ടുള്ള അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ സുഖം പ്രാപിച്ച് തിരിച്ചു വരുന്ന വേണം, വരട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു ബിഷപ്പിൻ്റെ വീഡിയോ പ്ലേ ചെയ്യാം. ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുന്ന സമയത്ത് എനിക്കറിയില്ല, ഞാൻ ഒരു പ്രാവശ്യം കേൾക്കുന്ന സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ ഞെട്ടിപ്പോയി. പിന്നെ ഞാനത് അഡ്ജസ്റ്റഡായി. എനിക്ക് തോന്നിപ്പോയി ഇയാൾ ശരിയാണ്. ഇപ്പോൾ ഈ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തി ഇദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കിച്ചു എന്തെങ്കിലും ചെയ്തു എനിക്കറിയില്ല. നിങ്ങൾ പറയൂ, കിച്ചു വീട്ടിൽ കയറി ചെന്ന് അവകാശം സ്ഥാപിച്ചോ? ഇല്ല, അവൻ്റെ പരിപാടി നോക്കി പോവല്ലേ ചെയ്തിട്ടുള്ളൂ. അല്ലേ വീഡിയോ ഇട്ടത്? ആദ്യം എനിക്ക് പിന്നെ മകനെ കാണാൻ പറ്റില്ല. ഞാൻ 14 വയസ്സ് വരെ വളർത്തിയിട്ടുള്ളൊരു പയ്യനുണ്ട് എനിക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ ടാഗ് ലൈനോട് കൂടി ഇവനെ അവതരിപ്പിച്ചു. ഈ കിച്ചുവിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചോടുകൂടി എല്ലാവരും ഇവനെതിരെ തിരിഞ്ഞ അവസാനം എല്ലാവരും വീഡിയോ ചെയ്തൊരു വീഡിയോക്ക് റെസ്പോൺസ് ആയിട്ട് എല്ലാവരും വിഷമം മാറട്ടെ എന്നും കൂടി പറഞ്ഞിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ ആ ഒരൊറ്റ വീഡിയോ സ്പെസിഫിക് വീഡിയോ എടുത്തിട്ട് പറഞ്ഞു, എടാ നീ പോടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു താടിക്കാരൻ ഒരുത്തം വന്ന് പറഞ്ഞുകൊണ്ട്, മനസ്സിലായോ? അവിടുന്നാണ് ഈ സംഭവം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. എനിക്ക് കണ്ട സമയത്ത് അതാണ് തോന്നുന്നത്. ഇത് ഇവരുടെയൊക്കെ കുടുംബ വിഷയമാണ്, നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഞാൻ ഫാദർ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കൂട്ടോ. ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണു സുധി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടി ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കൂടെ ഒന്നും അറിയില്ല. പിന്നെ തിരുമേനി, നിങ്ങൾക്കൊന്നും അറിയില്ല. ഇത് ഫസ്റ്റ് ഉണ്ടായത് ഇവരല്ല. ഈ ഇദ്ദേഹത്തെ പറഞ്ഞ കാര്യം നമ്മൾ പറയണ്ട, അതൊക്കെ പോട്ടെ. അതൊക്കെ അദ്ദേഹം പുറത്തു കൊടുത്തു അല്ലേ. ഇദ്ദേഹത്തെ വിഷപ്പാമ്പ് എന്നും പല കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഇവരെ കൂട്ടരും, അതൊക്കെ ഇദ്ദേഹം പുറത്തു കൊടുത്തു. അതൊന്നല്ല നമ്മുടെ വിഷയം കേട്ടോ. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആ വീഡിയോൻ്റെ പ്രശ്നം. ഞാൻ എന്താ അറിയോ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രേണുവിൻ്റെ പല സ്റ്റോറിയും കാണുന്നുണ്ട്. പല ആൾക്കാരും ബിഗ് ബോസിലെ ആൾക്കാരെ രേണു ഞങ്ങളെ വിളിച്ചിരുന്നു, ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് ആദില എന്നവരുടെ കേസ്, മറ്റേ അനുമോളുടെ കേസ്, ഇവരൊക്കെ വന്ന് പറയുന്നുണ്ട് രേണു ഞങ്ങളെ വിളിച്ചിരുന്നു, ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രേണു ഞങ്ങളെ വിളിച്ചിരുന്നു, ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കാണുന്നു എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഇതേപോലെ വിളിച്ചിട്ടില്ല ആ മകനെന്ന്, മനസ്സിലായോ? ആ മകനെ വിളിച്ചത്, സ്വന്തം മകനെ വിളിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വിളിക്കുന്നില്ല? അനുമോളെ ഒന്ന് കാണണം, ഒരു സ്റ്റോറി ഇടുക രേണു സുധി, അല്ലെങ്കിൽ വീഡിയോ ഇടുക, അനുമോളെ എനിക്കൊന്ന് കാണണം, നാളെ രാവിലെ ആദില എന്ന് പറഞ്ഞാൽ കാണാം, മറ്റന്നാൾ ഇന്നയാളെ കാണണം. അങ്ങനെ അല്ലല്ലോ ചെയ്തിട്ടുള്ളത്. എല്ലാവരും അവർ വന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങളെ വന്ന് വിളിച്ചിട്ട് ഞങ്ങൾ പോയി കണ്ടു എന്നുള്ളതാണ്. നേരെ മറിച്ച് സ്വന്തം മകൻ, ഏറ്റവും അടുത്ത് വേണ്ട ഒരാൾ, അല്ലെങ്കിൽ 2 പേരുടെ ചെക്കുണ്ട്, അവനെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് പോകേണ്ടതാണ്. പക്ഷെ അവൻ പോകാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ഇവനെ ഇതുപോലെ വീഡിയോ ഇട്ട് വിളിക്കേണ്ടായത്, വീഡിയോ ഇട്ടിട്ട് പുറത്തേക്ക് ഇടേണ്ടായത്. അവൻ്റെ പരിപാടി നോക്കിയിട്ട് വേറെ വല്ല കാര്യങ്ങളും നോക്കി ടീഷർട്ടും ഇതൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവന് സൈബർ ബുള്ളിങ്ങിൻ്റെ അങ്ങേയറ്റം. ആരാ ഉള്ളത് അതിന്? സ്വന്തം അച്ഛനില്ല, മനസ്സിലായോ? അതാ മകനും അമ്മയില്ല. ചെറിയ പ്രായത്തിൽ അതിനെ അമ്മയെ ഒഴിവാക്കി പോയി. വേറൊരു അമ്മ വന്നു, അതതിന് കുറേ ബുദ്ധിമുട്ടിച്ചു. പിന്നെ വന്നത് ഈ ഒരു അച്ഛൻ്റെ സ്വഭാവം അങ്ങനെ, അച്ഛനും പോയി. അങ്ങനെയുള്ളൊരു പയ്യൻ. ഇപ്പോൾ അവൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട്, ഡ്രഗ്സിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ചൈൽഡ്ഹുഡ് എന്തായിരുന്നു? ന്യായീകരിക്കല്ല, ചൈൽഡ്ഹുഡ് എന്തായിരുന്നു? തീരുമാനമാണ് നിയമ നടപടികളുമായിട്ട് പോകും.
കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകും, അറ്റം വരെ ആ കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളായിട്ടുള്ളൂ. ഇതില് ബിഷപ്പ് പറയുന്ന പോയിന്റ്സ് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പോയിന്റ്സ് തന്നെയാണ് റെസനേറ്റ് ചെയ്ത് വരികയാണ്. അത് അവിടെ നിന്ന് ഉണ്ടാവുന്ന സംഭവങ്ങൾ അതേപോലെ ഇവിടെ വരികയാണ്, ഒരു റെപ്ലിക്കേറ്റ് ചെയ്ത് വരികയാണ്. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ഇയാൾക്ക് ഒന്നും അറിയില്ല, അദ്ദേഹത്തെ ഒന്നും അറിയില്ല കേട്ടോ. ആ ചെക്കൻ എന്ത് കാര്യം അതിൽ ഇടപെട്ടത്, ഇതൊക്കെയാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ മനസ്സിലാവും, നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. രേണുവിൻ്റെ വീട്ടുകാർ നിങ്ങളിത് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ എണ്ണ ഒഴിച്ച്, ഞാൻ രേണുവിനെ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പഴയ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു വെക്കാൻ രേണു എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം അറിയാം. പക്ഷെ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളുടെ അവസ്ഥ അവരുടെ അവസ്ഥ ആയതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ കുടുംബത്തിന് ഞാൻ പറയും, ആ വീടിൻ്റെ കേസിലൊക്കെ അന്ന് ആ വീട് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ആ ഫിറോസ് KHDC ആ തന്തപ്പിടിയൊക്കെ വന്ന് പറയാത്ത പരിപാടിയില്ല. ആ തന്തപ്പിടി മാന്തി വീട് മുഴുവൻ മാന്തി പൊളിച്ചു നോക്കി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നശിപ്പിച്ച് എന്തൊക്കെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഈ അയാളൊക്കെ പറഞ്ഞ വർത്തമാനം കേട്ടിട്ടുണ്ടോ? രേണുവിനോട് പുറത്തു കൊടുക്കുക, വീട്ടുകാരോട് മൊത്തം ഇദ്ദേഹം പുറത്തു കൊടുത്തു. സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ, ഞാൻ വിദേശത്തു നിന്നാണ് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട. നമുക്ക് ബിഷപ്പ്, ദിസ് ഇസ് നോട്ട് റൈറ്റ് സർ, ദിസ് ഇസ് നോട്ട് റൈറ്റ്, നോട്ട് അറ്റ് ഓൾ. കാരണം എന്താ പറയുക, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. ഇതൊരു പുരോഹിതന് ചേർന്നിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ വിഷമമൊക്കെ പിന്നെ പുറത്തു കൊടുത്തല്ലോ. അവരെ പുറത്തു കൊടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ഇതുപോലെ ഒരു മറ്റാളും അത് പിന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു തന്നെയല്ലേ, പിന്നെ ഒരു മനുഷ്യനല്ലേ, അത് മനസ്സിലാക്കണ്ടേ. നല്ല ബ്രെയിൻ വാഷ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അറിയാൻ കാര്യങ്ങൾ ആരും നല്ലതാണെന്ന് ശ്രദ്ധിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാ. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാ. ആ വിവരം കൃത്യമായിട്ട് അങ്ങ് കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്കിതിൽ അദ്ദേഹത്തിൻ്റെ ഫേസ് എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ സ്ക്രീൻ റെക്കോർഡല്ല അങ്ങനെ പ്ലേ ചെയ്യാണ്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ എനിക്ക് അറിയാത്തതുകൊണ്ട് കേട്ടോ, നമ്മുടെ ഇത് പ്രകാരം ക്രിസ്ത്യൻസിൻ്റെ പ്രകാരം ഇങ്ങനെയൊക്കെ ബിഷപ്പുമാർ സംസാരിക്കുമോ? ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഈ ഒരു ടോണിലൊക്കെയാണോ സംസാരിക്കുക? ഈ ഒരു ഫേസ് എക്സ്പ്രഷനിലാണോ സംസാരിക്കുക? ഇതുമാതിരി പ്രതികാര ബുദ്ധി വെച്ചിട്ട് സംസാരിക്കുന്ന പോലെ രോക്ഷാകുലരായിട്ടാണ് സംസാരിക്കുക, ബുദ്ധിമുട്ട്. അത് ഇങ്ങനെ വെറുപ്പ്, മനസ്സിന്ന് ഉള്ളിൽ വെറുപ്പ് വെച്ചിട്ടൊക്കെ സംസാരിക്കുക. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മനസ്സ് ശാന്തമായിട്ട് ശരി എല്ലാവരും കുഞ്ഞെ നീ ഇങ്ങനെ ചെയ്യരുത്, കുഞ്ഞെ എന്തിനൊക്കെ അങ്ങനെയല്ലേ സംസാരിക്കുക. എനിക്കറിയില്ല ഇത് എന്താ ഇങ്ങനെ. രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. യെസ്, ആ ആൾക്കാരാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി ക്ലിയറായിട്ട് ഒപ്പിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് എന്തിനാ ചെയ്യുന്നത്? എത്ര വിഷമിച്ചിട്ടുണ്ടാവും അവൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് അറിയും. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി പിന്നെ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞത് പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. അത് പറയിപ്പിക്കുകയാണ് ഇനി ബിഷപ്പ് ചെയ്യണം. അത് പറയാത്തെന്താ? അത് പറയണം. കാരണം വെച്ചാൽ കുറേ ആൾക്കാർ മനസ്സിലാക്കണം. എന്നോട് പല ആൾക്കാരും പറഞ്ഞ കേസ് ഞാനും കേട്ടൊരു സംഭവമാണ്, മോശമായിട്ട് പെരുമാറി എന്നുള്ളത്. എന്തിനെങ്ങനെ സസ്പെൻസ് ഇടുന്നത്? അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത്രത്തോളം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ കത്താനില്ല. ഇതിങ്ങനെ തീ ഉരച്ചിങ്ങനെ നിൽക്കണം, ഇപ്പം കത്തുന്നിട്ട് അപ്പോഴേ ഇതും ചർച്ചയായിട്ട് നിലനിൽക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ എന്തെങ്കിലും അവൻ്റെ അത് കഴിഞ്ഞു എന്നാൽ എന്താ കേട്ടോ, അവൻ്റെ പരിപാടിയായിട്ട് പോയാലോ, മനസ്സമാധാനമായിട്ട് പോയാലോ. അങ്ങനെ പോരുത്. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ട് ഇറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ, സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇതിന് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ദിസ് ഇസ് പ്രീ പ്ലാൻഡ്. ഇത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടൊരു എജൻഡ അവരിവിടെ വർക്കൗട്ട് ചെയ്ത്, സ്ട്രാറ്റജി, വളരെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ചോദ്യം വരെ കറക്റ്റാണ്. ആ ട്രിഗർ ആയിട്ടിരിക്കുന്ന സമയത്ത് ടക്ക് ഇട്ട് കൊടുക്കുന്നു. കൊടുത്തോളൂ. അഹങ്കാരമായിട്ട്
ഞാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളുണ്ട്. ഭഗവാനെ, ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണെന്ന് പറയില്ല. നമ്മൾ ഈ വിഷയം നോക്കുന്നതുകൊണ്ട് പറയാം. നമ്മളൊന്നും ഇവരുടെ ലൈഫിൽ ആരും ഒന്നും ആയിട്ടില്ല. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളൊക്കെ സംസാരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വരില്ലേ ഇവൻ ഇവിടെ വന്നിട്ട് അഹങ്കാരം കാണിച്ചോ? എനിക്കറിയില്ല, നമ്മുടെ അടുത്ത് മിസ്സായതാണോ? നിങ്ങൾ ആരെയും കണ്ടോ? അവിടെ വീട്ടിൽ കയറുന്ന അഹങ്കാരം കാണിച്ചോ? എനിക്കറിയില്ല. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴാണ് ഇതിനെ പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവരെ ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ അതെങ്ങനെയാണ് ഈ പോലീസുകാർ പറയുന്നത്? ഈ കേസ് ഇത്രയധികം ഭയങ്കരമായിട്ട് ഇങ്ങനെ ചർച്ച ഒന്നും ആവാത്തൊരു വിഷയം എങ്ങനെയാണ് പോലീസുകാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്? പിന്നെ ഇപ്പോൾ കാര്യങ്ങൾ അറിയണത് സത്യം പറയുള്ളൂല്ലോ അങ്ങനത്തെ ആൾക്കാരില്ലേ. എനിക്കങ്ങനെ പറയാൻ വയ്യ. പക്ഷെ എന്നാലും അങ്ങനത്തെ ഇത് ചെയ്യരുത് കേട്ടോ. ഇത് ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ എയറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. ആരോഗ്യവതിയായിരിക്കുന്ന സമയത്ത് സ്വന്തം മാതാവ് ഒരു പരിപാടി കാണിച്ചതിന് ഇവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വളരെ കൃത്യസമയത്ത് അവൻ്റെ അമ്മയെ വളർത്തമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് എനിക്ക് പണം കിട്ടുന്നുണ്ട് എന്നൊരു സംഭവം അവിടെ സംസാരിച്ച് ആ ഒരു വിഷയം വളരെ കൃത്യമായിട്ട് ഉണ്ടായത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട് അതൊക്കെ എന്തിന്റെ നീതിയാണ്? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിന്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ച് ചെയ്യുന്നതിനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കും. എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ ഒരു പുരോഹിതൻ പറയുമോ? ഞാൻ അതാ ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു പുരോഹിതൻ അങ്ങനെ പറയുമോ? ഒരു പുരോഹിതൻ്റെ വാക്കുകളാണോ അത്? അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? ഞാൻ ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രതികാര ബുദ്ധിയല്ലല്ലോ. ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പാക്കി മറിഞ്ഞ് സംസാരിക്കേണ്ട വ്യക്തികളല്ലേ. ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും, പല കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനെപ്പറ്റി അവരൊരു അമ്മയും മകനും തമ്മിലുള്ള കാര്യം അവരുടെ വീട്ടിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് പബ്ലിക്കിൽ കൊണ്ടിട്ട് അലക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കരുത്. നാട്ടുകാരത് കയറി അലക്കി വെളുപ്പിക്കും. ശരിക്കും കറക്റ്റ്. ഇതാണ് പോയിന്റ്. അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർവ്യൂ കൊണ്ട് മൈക്കിൻ്റെ കുഴലും കൊണ്ട് ഇവർ വരുന്ന സമയത്ത് പറയുക ഞാനിതിൽ സംസാരിക്കില്ല, അവരുടെ രോഗാവസ്ഥ ഇതാണ്, ഇതൊരു കുടുംബകാര്യമാണ്, ഇത് ചർച്ച ചെയ്യേണ്ട. ഇതല്ലേ ശരിക്കൊരു സാമാന്യ മനുഷ്യൻ തന്നെ പറയേണ്ടതും. അവിടെ ഒരു പുരോഹിതൻ എൻ്റെ വാക്കുകൾ അതായിരിക്കണ്ടേ? പിന്നെ ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്. അതിന് പറയാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും രോഗാതുരയായിട്ട് ബെഡ്രിഡനായിട്ടുള്ള ഒരു നമ്മുടെ ഒരു സിസ്റ്റർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെയ്ബർ ആയിക്കൊള്ളട്ടെ, അവരിപ്പോ ആ ഒരു ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്താനാണ് നാം ഓരോരുത്തർ ശ്രമിക്കേണ്ടത്. അവരുമായിട്ട് ചേർന്ന് നിൽക്കുക. പ്രത്യേകിച്ച് അവരുടെ ഭർത്താവിൽ കൂടെ അവർ കൊണ്ടുകൊടുത്ത ഭർത്താവ് അവർക്ക് വളർത്താനായിട്ട് കൊണ്ടുകൊടുത്ത ഒരു വളർത്തുമകനാണല്ലോ. അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ടതും അവർ പറഞ്ഞുള്ള കേൾവി. അപ്പൊ ആ സന്ദർഭത്തില് ഒരു മകന്റെ സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടി ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഈ രേണുസുതിയെ ഒരിക്കലും ഇത്രയും മോശമായി സൈബർ ബുള്ളിങ്ങിന് വേണ്ടി എറിഞ്ഞു കൊടുത്തത് എനിക്ക് വളരെ സങ്കടം തോന്നി ഇത് കേട്ടപ്പോൾ. ഈ സന്ദർഭത്തിൽ ഇത് കേട്ടപ്പോൾ അപ്പോൾ കേൾവിയാണ് സംഭവം. പിന്നെ ഒരു കാര്യം പറയാം, രേണു ക്യാമ്പ് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. രേണു ക്യാമ്പ് അധികം ഹാപ്പി ആവണ്ട, കാരണം ഇദ്ദേഹം ഏത് നിമിഷം വേണമെങ്കിലും മാറാം. കാരണം ചില ആൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിയുന്ന സമയത്ത് അവർക്ക് മാറിയിട്ട് അവർ പെട്ടെന്ന് ഭയങ്കര അവർ ആ ഇമോഷൻസൊക്കെ പുറത്തേക്ക് എടുക്കും. അങ്ങനെ ഉണ്ടായൊരു സംഭവമാണ്. ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ തിരിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇദ്ദേഹം തിരിച്ച് സംസാരിക്കാതിരിക്കില്ല. അതുകൊണ്ട് രേണുവിൻ്റെ ക്യാമ്പ് വല്ലാണ്ട് ഹാപ്പി ആവണ്ട. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണമായിരുന്നു, ഫോണിൽ വിളിച്ച് എന്ത് ചെയ്യണമായിരുന്നു, പരസ്പരം അവർക്ക് തമ്മിലുള്ളത് ഇതാക്കണം. അല്ലാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഇദ്ദേഹം രണ്ടുപേരെയും കൂടി ഒന്ന് വിളിച്ചാൽ ഒരു ദിവസം രേണുവിൻ്റെ വീട്ടിൽ പോകുന്ന ദിവസം അന്ന് ഈ മകനെന്ന് വിളിച്ചിട്ട് നീ എന്നെ കാണാൻ വരണം, എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ ആ പയ്യൻ വരാതിരിക്കുമോ? അവർക്ക് വീടും സ്ഥലവും സ്ഥലമൊക്കെ കൊടുത്ത ആളല്ലേ, നീ കാണാൻ വരണം, നീ വരണം, എന്നിട്ട് നീ ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ ഇരുത്തിയിട്ട് വേറെ ആ കുടുംബക്കാരും മറ്റേ വീട്ടുകാരും ചേച്ചിയും ആ തന്തപ്പൊടിനൊക്കെ ചവിട്ടി പുറത്താക്കി ഇവർ രണ്ടുപേരും മാത്രം ഇരുത്തിയിട്ട്
സംസാരിച്ചാൽ സംസാരിക്കാൻ കഴിയില്ലായിരുന്നോ? അതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. അതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ? അത് ഇതുപോലത്തെ ആൾക്കാർക്ക് പറ്റില്ലേ അല്ലേ? രാഹുൽ ദാസിനോ ഋതുൽ ദാസിനോ ജീവിക്കാനായിട്ട് ഒരു ചെറിയ പിന്നെ പ്രോപ്പർട്ടി കൊടുത്തത് കൊണ്ട് മാത്രം ഞാൻ ഒന്നും അത് ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണ് നിരവധി അനവധി പേർക്ക് കഴിയുന്നത്ര കൈത്താങ്ങൽ കൊടുക്കാൻ ദൈവം കൃപ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തിട്ടുമുണ്ട്. അതൊരിക്കലും അല്ല, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. മറിച്ച് ഈ ചെയ്ത തെറ്റിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് ഈ ആ രാഹുൽ ദാസ് ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു ഇപ്പൊ അവൻ എല്ലാവരും അവരുമായിട്ട് ചേർന്ന് ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടെ അവരോടുകൂടെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് അവരെ നെഗറ്റീവ് ആക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ചെയ്തത്. പക്ഷെ നെഗറ്റീവ് ആയത് രാഹുൽ ദാസ് ആണ്. ഒരിക്കലും രേണുസുതിയോ അവരുടെ കുടുംബമോ നെഗറ്റീവിലേക്ക് പോകത്തില്ല. തെറ്റ്. രേണുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാവരും ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ രേണു സപ്പോർട്ട് ചെയ്തു. അവരുടെ കമൻറ്റ് ബോക്സും അവരെ എതിർത്തിരുന്നവരെല്ലാവരും അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ഈ പയ്യൻ്റെ പേര് ഇതിൽ വലിച്ചടിച്ച ഒറ്റ കാര്യം കൊണ്ടാണ് നെഗറ്റീവായത്. അപ്പോൾ ഈ പ്രശ്നം തുടങ്ങി വെച്ചത് രേണു തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ അറിയാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇവൻ മെസ്സേജ് അയച്ചിരുന്നു. അത് അന്ന് പറഞ്ഞില്ല, അവൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിരുന്നു, വിളിച്ചിരുന്നു, അവർ സമ്മതിച്ചില്ല. അവർ മെസ്സേജ് അയച്ച സമയത്ത് കാണാൻ സമ്മതിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? പിന്നെ സംഭവം സത്യമാണ്. ഞാൻ ഇതെൻ്റെ വീഡിയോയിൽ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇവൻ പോയി കാണണമായിരുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല, മുണ്ടാതെ പോരണമായിരുന്നു. പക്ഷേ ഇത് വീണ്ടും സമൂഹത്തിന് മുന്നിൽ വലിച്ചഴിച്ച് അവർ ചർച്ചയ്ക്കാക്കിയത് അത് രേണു ക്യാമ്പയിനാണ്. കാരണം അവരെ സ്നേഹിക്കുന്നവർ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. കാരണം അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ കൊച്ചുമകന്റെ, ഈ പറഞ്ഞ രാഹുൽ ദാസിന്റെ അനുജനായിട്ടുള്ള ഋതുൽ ദാസ് എന്ന് പറഞ്ഞ കുഞ്ഞിന് 6.5 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ കുഞ്ഞിന്റെ പിതാവ് മരിച്ചുപോയി. മാതാവ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയും വേഗം സുഖം പ്രാപിച്ച് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രാഹുൽ ദാസോട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. മറിച്ച് അവരെ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയല്ല. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ രേണുസുതി ഇങ്ങനെ പ്രമോഷൻ ചെയ്തും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു മകൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ ആ കുട്ടിയെ സഹായിച്ചിട്ടുള്ളതാണ്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ഈ രേണുസുതിക്ക് അവരുടെ മാതാവിനെ പിതാവിനെ നോക്കണം, പുള്ളിക്കാരത്തിയുടെ ഈ കുഞ്ഞു മോനെ നോക്കണം, രേണുസുതിയുടെ ജീവിതം കൊണ്ടാണ്. ഈ 4 പേരുടെ കാര്യങ്ങൾ രേണുസുതി തന്നെയാണ് ചുമതല വഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അവര് ജോലി ചെയ്യണം. അവര് എന്തൊക്കെയോ അവരുടെ കഷ്ടപ്പാടിന്റെ ഇതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്തു. ആ ജോലിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല. അയ്യോ, ഈ ഒരു അസുഖം വന്നു എന്ന് വിചാരിച്ചിട്ട് ശരി, നമ്മളതിനെക്കുറിച്ച് സംസാരിക്കണ്ട. പക്ഷേ എന്തൊക്കെയാണ് ഈ ടീം ഇദ്ദേഹത്തെ പറഞ്ഞിരുന്നതെന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അതൊക്കെ പോട്ടെ കേട്ടോ, പുള്ളി പുറത്തു കൊടുത്തു. പക്ഷേ ഇതിലൊരു വാഷിങ് നടന്നിട്ടുണ്ട്, വളരെ കൃത്യമായിട്ടുള്ളൊരു ബ്രെയിൻ വാഷിങ്. ഒരിക്കലും തീർച്ചയായിട്ടും അവരുടെ വളർത്തു മകൻ എന്ന രീതിയിൽ ആ മാതാവിനോട് കാണിച്ച ഏറ്റവും വലിയ ഒരു നന്ദികേട് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദികേട്. എന്റെ ഭാഷയിൽ പറയാൻ, നമുക്ക് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നാലും ഒരു നേരത്തെ ആഹാരം ഭക്ഷിക്കാൻ തന്നാലും നമ്മൾ അവരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അപ്പോൾ ആ കൊച്ചു പയ്യൻ രേണു ഈ പയ്യന് കാശ് കൊടുത്തു എന്നുള്ളത് ആരാ പുറത്ത് പറഞ്ഞിട്ടുള്ളത്? രേണു കാശ് കൊടുത്തതിൻ്റെ പേരിൽ തിരിച്ചവൻ ഇവൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആരാ പുറം ലോകത്തിനോട് പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ കുടുംബകാര്യമാണ്. പല വീടുകളിലും അമ്മമാർ മക്കളെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. നോക്കലും നോക്കാതിരിക്കലും കാശ് കൊടുക്കലും ഒക്കെ ഉണ്ട്. ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഒരു പേഴ്സണൽ വിഷയമായിട്ടുള്ള കാര്യം പുറത്തേക്ക് ഇട്ടത് ആരാണ്? ഈ ഒരൊറ്റ ചോദ്യം മാത്രം ബിഷപ്പ് അന്വേഷിച്ചാൽ തന്നെ എല്ലാം മനസ്സിലാവും. രാഹുൽ ദാസ് ഒരു നന്ദിയുള്ള ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു. ഞാനത് പറഞ്ഞു പോയത്. അല്ലാതെ ഇപ്പോൾ മോള് ചോദിച്ചതുപോലെ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ള ഒരു ഇതിലേ അല്ല. അത് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. മോൾ എന്നോട് ചോദിച്ചു, ഞാൻ എന്റെ വിഷമം ഞാൻ തുറന്ന് സംസാരിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പാപിനിയായ ഒരു സ്ത്രീ യേശുവിന്റെ അരികിലേക്ക് ഓടി വരികയുണ്ടായി. ഓടി വന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ട സമയത്ത് കർത്താവ് പറഞ്ഞ് അവിടെ നിൽക്കുവാനായിട്ട് പറഞ്ഞു. അവൾ അവിടെ നിന്ന് ഒരുപാട് പേര് കല്ലുമായിട്ട് വന്നു. കർത്താവ് കുനിഞ്ഞിരുന്ന് എഴുതി. ആ എഴുതിയ സമയത്ത് എന്താണ് എഴുതിയെന്നുള്ളത് ആ വന്നു നിന്നവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും അപ്പച്ചന്മാരും
ചേട്ടായിമാരും ഒക്കെ കല്ലുമായിട്ട് ആ മലയുടെ മുകളിലേക്ക് വന്നതായിട്ടാണ് ഞാൻ പഠിച്ചേക്കുന്നത്. കർത്താവ് പറയും, നിങ്ങളിൽ പാപമില്ലാത്തൊരു ഈ സ്ത്രീയെ കല്ലെറിയാൻ പറഞ്ഞു. കല്ല് അവിടെ കൂനയായി കൂടിയതല്ല. ഈ ഒരൊറ്റ വാചകത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്തു കൊടുത്തു എന്നുള്ളത്. പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കയ്യടി, യാതൊരു സംശയമില്ല. കാരണം നല്ല രീതിയിൽ ഇദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ പറ്റി, വളരെ കൃത്യമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ പറ്റി. പക്ഷേ ഇതൊക്കെ കാണുന്നൊരു സമൂഹമുണ്ട്. കാരണം ഇതെല്ലാം കൊണ്ടുവന്നിടുന്നത് സോഷ്യൽ മീഡിയയിലാണ്, ആൾക്കാരുടെ മുന്നിലേക്കാണ്. ഇത് കൊണ്ടുവന്നിടുന്ന ഭൂരിഭാഗം ആൾക്കാരും കിച്ചുവിൻ്റെ കൂടെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ടിൽ ദ ടൈം, ഞാൻ പറയുന്നു, ടിൽ ദ ടൈം വിത്ത് പ്രൂഫ് രേണു പറയുക, കണ്ടോ ഇതാണ് ഇവൻ എന്നോട് വളരെ മറ്റത് ആർക്കും എന്തെങ്കിലും പറയാം. കാരണം സ്വന്തം മകനല്ലല്ലോ, മനസ്സിലായില്ലേ? സ്വന്തം മകനല്ല, അതില്ല, അവർക്ക് മനസ്സിലായി. സ്വന്തം മകനല്ലാത്തോടത്തോളം കാലം പ്രൂഫ് ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. വിത്ത് പ്രൂഫ് പറയുക ഇവൻ എന്നോട് ഇതാണ് ചെയ്ത് എന്നുള്ള കാര്യം രേണു പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പം ആൾക്കാർ പറയും. ക്രിയേറ്റ് ചെയ്ത പ്രൂഫല്ല, വിത്ത് പ്രൂഫ്. അത് കാരണം അതൊരിക്കലും നമുക്ക് പൊറുക്കാൻ കഴിയില്ല. എന്നോട് പല ആൾക്കാരും റൂമേഴ്സും കാര്യങ്ങളായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേറെ എനിക്ക് തിരിച്ച് മറിച്ചൊരു കഥയുണ്ട് കേട്ടോ. രാജേട്ടൻ്റെ വീഡിയോ പറഞ്ഞ പോലെ രേണു സുഹൃത്തുക്കളോട് മോശമായിട്ട് പെരുമാറി, തങ്കു തൂങ്ങാൻ നോക്കി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ രാജേട്ടൻ്റെ വീഡിയോയിൽ പറഞ്ഞു കണ്ടു. അത് വേറൊരു വിഷയം. പിന്നെ ഒരു കാര്യം അവസാനമായിട്ട് ഈ ഒരു വീഡിയോ ബേസ് ചെയ്ത്, ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പല ആൾക്കാരും രേണുവിൻ്റെ വിഷയത്തിൽ രേണുവിന് സപ്പോർട്ടായിട്ട് ഇടപെടുന്നുണ്ട്. വളരെ മോശമായ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, കയർത്ത് സംസാരിക്കുന്നുണ്ട്, ഞെട്ടിക്കുന്നുണ്ട്, പല പരിപാടികളുണ്ട്, കളിയാക്കുന്നുണ്ട്, തെറി പറയുന്നുണ്ട്, എല്ലാ പരിപാടികളും പറയുന്നുണ്ട്. അവരൊന്നും പോലെയല്ല ബിഷപ്പ്, അവരൊന്നും പോലെയല്ല. ഇതിൽ ഇടപെടാൻ പാടില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു വീഡിയോ കൊണ്ട് വരാൻ ഒരിക്കലും പാടില്ലായിരുന്നു. ഇതല്ല ചെയ്യേണ്ടിരുന്നത് എന്ന് എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങൾ അഭിപ്രായം പറയും. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.